KPCCയുടെ 1000 വീട് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടിയോടിച്ചാലിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. KPCCയുടെ 1000 വീട് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടിയോടിച്ചാലിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന അന്തരിച്ച TV പ്രസാദിന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. പാടിയോടിച്ചാൽ കൊരമ്പക്കല്ലിലെ വീട്ടിലെത്തിയ KPCC പ്രസിഡന്റിനെ വീട്ടുകാരും പാർട്ടി നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു. K. സുധാകരനും പ്രസാദിന്റെ മാതാവും ചേർന്ന് നിലവിളക്ക് കൊളുത്തി. പ്രയാസങ്ങളൊന്നുമില്ലല്ലോ. പാടിയോടിച്ചാൽ ടൗണിൽ നടന്ന യോഗത്തിൽ വെച്ച് സ്നേഹവീടിന്റെ താക്കോൽ ദാനം KPCC പ്രസിഡന്റ് K. സുധാകരൻ MP ബന്ധുക്കൾക്ക് കൈമാറി. അതിന് പരിഹാരമുണ്ടാക്കാനും എന്നും എക്കാലവും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിലേക്ക് കടന്നു പോകുന്നില്ല. കേരളത്തിൽ എല്ലാവിധത്തിലും പരാജയമായ സർക്കാരാണ് പിണറായി സർക്കാരെന്നും ബന്ധുക്കൾക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന പിണറായി വിജയനെ എത്രയും പെട്ടെന്ന് പുറത്താക്കി ഒരു ജനാധിപത്യ ഗവൺമെന്റ് സ്ഥാപിക്കാൻ ജനങ്ങൾ സഹകരിക്കണമെന്നും K. സുധാകരൻ പറഞ്ഞു. നമ്മൾ ഒരുപാട് ഭരണം കണ്ട നാടാണ് നമ്മുടെ നാട്. നമ്പൂതിരിപ്പാടിന്റെ ഭരണം മുതൽ നമ്മൾ CPM-ന്റെ ഭരണം കണ്ടിട്ടുണ്ട്. K. കരുണാകരൻ മുതൽ നമ്മൾ കോൺഗ്രസിന്റെ ഭരണം കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭരണം 8 വർഷം ഈ സംസ്ഥാനം ഭരിച്ച ഒരു ഭരണകൂടം പിണറായി വിജയന്റെ ഭരണകൂടത്തോട് സാമ്യമുള്ള താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണകൂടം ഐദർ കോൺഗ്രസ് ഓർ LDF നിങ്ങൾക്കൊന്ന് പരിശോധിച്ചിട്ട് പകരം ഒരു കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു സർക്കാർ കഴിഞ്ഞ കാല ചരിത്രത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കും? തൊഴിലാളികൾക്ക് കൂലി ഉണ്ടോ കൃത്യമായി? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമുണ്ടോ കൃത്യമായി? ആനുകൂല്യങ്ങളുണ്ടോ അവർക്ക്? എന്തെങ്കിലും സംരക്ഷണം ഏതെങ്കിലും തുറയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് ഞാനും നിങ്ങളും മുഖാമുഖം കാണുന്നതും ഞാൻ 2 വാക്ക് സംസാരിക്കുന്നത്. പിണറായി വിജയന്റെ കുടുംബം സമ്പന്ന കുടുംബമായി മുൻപോട്ട് പോകുന്നു. കേരളത്തിന്റെ ഭരണം പിണറായി വിജയൻ മിനുക്കി കൊണ്ടുപോകുന്നു. നാടിന്റെ പദ്ധതിയെ കുറിച്ച് ചിന്തിക്കാതെ, നാടിന്റെ വികാസത്തെ കുറിച്ച് ചിന്തിക്കാതെ, നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കാത്ത ഒരു നെറുകെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടതുപക്ഷത്തും ഉണ്ടായിട്ടില്ല, വലതുപക്ഷത്തും ഉണ്ടായിട്ടില്ല. ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോരാട്ടത്തിനും നിങ്ങളൊക്കെ ഇറങ്ങണം. നിങ്ങൾ ശബ്ദിക്കണം, നിങ്ങൾ എതിർക്കണം. ജനമനസ്സുകൾ അവർക്കെതിരാണെന്ന് അവരെ തോന്നിപ്പിക്കണം. അവരെ കൊണ്ട് ഭരണം രാജിവെപ്പിച്ച് പുറത്തു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ പുതിയ തലമുറ ഈ നാടിനുണ്ടാവില്ല. മദ്യപാനികളുടെയും ഗുളികയടിക്കുന്ന പിള്ളേരുടെയും നാടായി ഈ നാട് മാറും. ഈ നാടിന്റെ അടുത്തുള്ള അച്ചടക്കം പോകും. ഈ നാടിന്റെ വികസനം പോകും. അത് പോകാതിരിക്കണമെങ്കിൽ ഈ സർക്കാരിന് മൊഴി ചൊല്ലി ഈ സംസ്ഥാനത്തെ അധികാര കേന്ദ്രത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അപേക്ഷിക്കുകയാണ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. എന്താണ് പറഞ്ഞത്? പ്രിയമുള്ളവരെ,
600 രൂപയിൽ നിന്നും ഒരു നല്ല പൈസ കൂട്ടാൻ ഈ ഗവൺമെന്റിന് പിണറായി സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇതാണ് ഈ ഗവൺമെന്റിന്റെ നിലപാട്. കാർഷിക മേഖലയുടെ അവസ്ഥ എന്താണ്? കർഷകരുടെ അവസ്ഥ എന്താണ്? തൊഴിലാളികളുടെ അവസ്ഥ എന്താണ്? വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ്? ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ ക്യാമ്പസുകളിലുള്ളത്. ക്യാമ്പസുകളിൽ റാഗിംഗ് നടക്കുന്നു, മയക്കുമരുന്നിന് അടിമകളായി മാറുന്നു കുട്ടികൾ. ആ ഒരു സ്ഥിതി എവിടെ നിന്ന് വന്നു? എന്താണ് അതിന്റെ കാരണം? നമ്മൾ പരിശോധിക്കേണ്ട വിഷയമല്ലേ? ചടങ്ങിൽ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ അധ്യക്ഷത വഹിച്ചു. രവി പൊന്നമ്പയൽ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ പി മുഹമ്മദ് ഷമ്മാസ്, കെ സുരേഷ് കുമാർ, എ ബാലകൃഷ്ണൻ, എം ഉമ്മർ, രവി പൊന്നംവയൽ, എ രാജൻ, മനോജ് വടക്കൽ, എൻ അബ്ദുറഹ്മാൻ, എ രാജീവൻ, കെ തങ്കമണി, ഉഷ മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു. 450 ചതുരശ്ര മീറ്ററിലുള്ള വീട് 6 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.